നമ്മുടെ നാട്ടിലെ നവോത്ഥാന നായകരെയും ചരിത്ര പുരുഷന്മാരെയും ഒക്കെ കാവ്യവൽക്കരിക്കുക എന്നത് സംഘപരിവാർ വളരെ നേരത്തെ തുടങ്ങിയ ഒരു ശ്രമമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി കാവ്യവൽക്കരണം നേരിടേണ്ടി വരുന്നത് തമിഴ്നാട്ടിലെ പ്രാചീന കവിയും ചരിത്ര പുരുഷനും അവരുടെ തത്വചിന്തകനെന്ന് പോലും വിളിക്കാൻ കഴിയുന്ന സാക്ഷാൽ തിരുവള്ളുവരാണ്. തിരുവള്ളുവരിനെ കാവ്യപുതപ്പിക്കാനുള്ള ശ്രമം തമിഴ്നാട്ടിൽ BJP വളരെ നേരത്തെ തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ശ്രമവുമായി രംഗത്ത് വരുന്നത് തമിഴ്നാട്ടിൻ്റെ ഗവർണർ RN രവി തന്നെയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ജനുവരി 15 തിരുവള്ളുവർ ദിനമായിരുന്നു. ഈ തിരുവള്ളുവർ ദിനത്തിൽ തിരുവള്ളുവറിൻ്റെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ RN രവി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ വലിയ വിവാദത്തിന് തുടക്കമായിരിക്കുന്നത്. ദൃശ്യത്തിലെ പ്രശ്നം മറ്റൊന്നുമല്ല, നമ്മൾ തിരുവള്ളുവരെ ഇത്രയും കാലം കണ്ടിട്ടുള്ളത് വെള്ള വസ്ത്രമുടുത്ത ഒരു നവോത്ഥാന നായകനായ ആ തിരുവള്ളുവറിനെ കാവി പുതപ്പിച്ചിരിക്കുകയാണ് RN രവി. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. നിങ്ങൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഒരു കാവി നിറത്തിലുള്ള വസ്ത്രമാണ് തിരുവള്ളുവർ ഈ ചിത്രത്തിൽ, അതായത് RN രവി പുഷ്പാർച്ചന അർപ്പിക്കുന്ന ചിത്രത്തിൽ ധരിച്ചിരിക്കുന്നത്. ഇത് തമിഴ് പാരമ്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, BJPയും RSSും കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാവ്യവൽക്കരണ ശ്രമത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നേരത്തെ നമ്മുടെ നാട്ടിലെ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള നവോത്ഥാന നായകരെ കാവ്യവൽക്കരിക്കാൻ BJPയും RSSും കഠിനമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ തിരുവള്ളുവറിനെ കാവ്യ പുതപ്പിക്കാനുള്ള ശ്രമം. ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുയരുന്നുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെ നേരിട്ട് പ്രതികരണവുമായി രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് തിരുവള്ളുവറിനെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു ഗൂഢശ്രമം നടക്കുന്നു എന്നാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു വരി കൂടി തിരുവള്ളുവർ ചിത്രത്തിനൊപ്പം RN രവി പങ്കുവയ്ക്കുന്നുണ്ട്. ആ വരിയാണ് ഏറ്റവും വലിയ വിവാദത്തിന് തുടക്കം കുറിച്ചത്. അത് ഭാരതീയ സനാതന ധർമ്മ പാരമ്പര്യത്തിലെ ഏറ്റവും തിളക്കമുള്ള വിശുദ്ധൻ എന്നാണ് തിരുവള്ളുവറിനെ RN രവി ട്വിറ്ററിൽ വിശേഷിപ്പിച്ചത്. അത് തന്നെ ഒരു വലിയ വിവാദത്തിന് തുടക്കം കുറിച്ചു. എന്തെന്നാൽ സനാതനധർമ്മവുമായി, ജാതിയിൽ അടിസ്ഥാനമായ ചാതുർവർണ്ണ്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള സനാതനധർമ്മവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണ് തിരുവള്ളുവർ. തിരുവള്ളുവർ ഒരു പിന്നോക്ക സമുദായത്തിൽ ജനിച്ച ഒരു കവിയായിരുന്നു. അദ്ദേഹം സംസാരിച്ചിരുന്നത് സാഹോദര്യത്തിനെ കുറിച്ചും സമത്വത്തെക്കുറിച്ചും സഹവർത്തിത്വത്തെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. ആ തിരുവള്ളുവറിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് സനാതനധർമ്മവുമായി കൂട്ടിക്കെട്ടാൻ കഴിയുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം പലരും സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തമിഴ്നാട്ടിനെ ഇളക്കി മറിച്ച, ഇന്ത്യ ഒട്ടാകെ ചർച്ചയായ സനാതനധർമ്മ വിവാദമുണ്ടാവുന്നത്. അന്നതിന് തുടക്കം കുറിച്ചത് തമിഴ്നാട്ടിൻ്റെ മന്ത്രിയും DMK നേതാവുമായ ഉദയനിധി സ്റ്റാലിനാണ്. ഉദയനിധി സ്റ്റാലിൻ അന്ന് പറഞ്ഞത് കൊറോണയെപ്പോലെ, ഡെങ്കിയെപ്പോലെ, മലേറിയയെപ്പോലെ തുടച്ചു നീക്കപ്പെടേണ്ട ഒന്നാണ് സനാതനധർമ്മമെന്നും സനാതനധർമ്മം സാമൂഹ്യ നീതിക്കും സമത്വത്തിനും സാഹോദര്യത്തിനുമൊക്കെ എതിരാണെന്നുമായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. അന്ന് ആ പ്രസ്താവന രാജ്യമൊട്ടുക്ക് വിവാദമായിരുന്നു. അന്ന് BJPയുടെ IT സെൽ തലവൻ അമിത് മാളവിയ അത് ഹിന്ദു വംശഹത്യയാണ് എന്ന് വരെ ആരോപിച്ച് രംഗത്ത് വരികയുണ്ടായി. അത്തരത്തിൽ പ്രചരണം നടത്തുകയുണ്ടായി. നരേന്ദ്രമോദി മുതൽ അമിത്ഷാ വരെയുള്ള നേതാക്കൾ ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നു. പക്ഷേ അപ്പോഴും ഉദയനിധി സ്റ്റാലിൻ തൻ്റെ സനാതനധർമ്മ നിലപാടിൽ ഉറച്ചു നിന്നു. അതിന് അദ്ദേഹം ഒരു ന്യായീകരണം കൂടി പറഞ്ഞിരുന്നു. അതായിരുന്നു ഏറ്റവും ശ്രദ്ധേയം. അംബേദ്കറുടെയും പെരിയാറിൻ്റെയും എഴുത്തുകൾ ഇതിന് തെളിവായി കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അതിന് കാരണം അംബേദ്കറും പെരിയാറും വളരെ നേരത്തെ സനാതനധർമ്മത്തെ അതിരൂക്ഷമായി വിമർശിച്ച സാമൂഹിക പരിഷ്കർത്താക്കളായിരുന്നു. ആ സനാതനധർമ്മം എന്ന ആശയത്തെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബുദ്ധമതം സ്വീകരിച്ച വ്യക്തിയായിരുന്നു അംബേദ്കർ. അംബേദ്കറിൻ്റെ റിഡിൽസ് ഓഫ് ഹിന്ദുയിസം എന്ന പുസ്തകത്തിൽ വളരെ വിശദമായി അംബേദ്കർ ഹിന്ദുമതത്തിൻ്റെയും സനാതനധർമ്മത്തിൻ്റെയും കുഴപ്പങ്ങൾ എന്താണ് എന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം
ഒരു പിൻബലം തനിക്കുണ്ട് എന്ന് ഉദയനിധി സ്റ്റാലിൻ അന്നേ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ വീണ്ടും സനാതനധർമ്മവും തിരുവള്ളുവരുമൊക്കെ വിവാദമാവുമ്പോൾ തമിഴ്നാട്ട് രാഷ്ട്രീയത്തെ ഇതെങ്ങനെ മാറ്റിമറിക്കും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും BJPയുടെ ഈ കാവ്യവൽക്കരണ ശ്രമം തമിഴ് മക്കൾ ചെറുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം തമിഴ്നാട്ടുകാരുടെ വികാരമാണ്, അവരുടെ മതവും ജാതിക്കും എല്ലാത്തിനുമപ്പുറം അവരുടെ ഒരു ആത്മീയ ആചാര്യനെ പോലെ അവർ കാണുന്ന ആളാണ് തിരുവള്ളുവർ. ആ തിരുവള്ളുവറിനെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തെ അവർ ചെറുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.